ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ. ഓക്കെ, ഇന്നലെ നമ്മൾ എവിടെ നിന്നിരുന്നത്? നമ്മൾ ഷെയർ മാർക്കറ്റിലും അതേപോലെ ഒരു വെജിറ്റബിൾ മാർക്കറ്റിലും ഇത് തമ്മിലായിരുന്നു നമ്മൾ കാര്യങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞു തന്നിരുന്നത്. അത് പോയി കാണണം. ചെറിയൊരു ഹിന്റ് തരാം എന്തായിരുന്നു ഉള്ളത്. സ്പോട്ട് മാർക്കറ്റ്, ഫ്യൂച്ചർ മാർക്കറ്റ്, ഇത് രണ്ടുമായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ഷെയർ മാർക്കറ്റിൽ വരുന്ന വേരിയേഷൻസ്, ഏറ്റക്കുറച്ചിലുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഷെയർ മാർക്കറ്റിൽ വിലയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ഒരു സ്പോട്ടില് നമ്മൾ ഷെയർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ്, അല്ലെങ്കിൽ TV ചാനലിൽ, അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളിൽ, ഈ വഴിക്കൊക്കെയാണ് നമ്മൾ ഷെയർ മാർക്കറ്റിലെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. പക്ഷെ അതൊക്കെ ഡിലേ വരും. സ്പോട്ടിൽ നമുക്ക് അതാത് സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? അത് നമ്മൾ സമീപിക്കുന്ന ഒരു രീതിയാണ് ചാർട്ടുകൾ. ചാർട്ടുകൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഷെയർ മാർക്കറ്റിലെ ഏറ്റക്കുറച്ചിലുകളും വ്യതിയാനങ്ങളും നമുക്ക് മനസ്സിലാവുക. അതാണ് എന്തെല്ലാം ആരെല്ലാം മറച്ചു വെച്ച് കഴിഞ്ഞാലും ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മുന്നിൽ കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നത് ഈ ചാർട്ടിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലൊരു ഉദാഹരണം പറഞ്ഞിരുന്ന ഒരു ഭൂമി വാങ്ങുന്ന കാര്യം. അതേപോലെ ഏത് ഭൂമി ആര് വാങ്ങിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഓഫീസിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അവിടെ അതിന്റെ ഡോക്യുമെന്റ്സ് കിട്ടുമെന്ന് നമുക്കറിയാലോ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ആര് എന്ത് ഹൈഡ് ചെയ്ത്, എന്തൊക്കെ മറച്ചു വെച്ച്, എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഈ ഷെയർ മാർക്കറ്റിലുള്ള ചാർട്ടുകളെ മറച്ചു വെക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ ഇടപാടുകൾക്കും, ട്രാൻസാക്ഷനും ചാർട്ടുകളിൽ വ്യക്തമായിട്ട് നമുക്കത് പുറത്തേക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതാണ് ചാർട്ടിന്റെ പ്രത്യേകത. അപ്പൊ ചാർട്ട് നമ്മൾ പഠിക്കണം. ചാർട്ട് എങ്ങനെയാണ്, എന്താണെന്നുള്ളത് നമ്മൾ വിശദമായി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഷെയർ മാർക്കറ്റിന്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വ്യത്യസ്ത തരം ചാർട്ടുകൾ ഉണ്ട്, അത് നമുക്കറിയാം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച സമയം മുതൽക്ക് ചാർട്ടുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഷെയർ മാർക്കറ്റില് അല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ചാർട്ട് ഏതാണ്? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമായി, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, അത്രയും വാല്യൂ ഉള്ള ചാർട്ടാണ് കാൻഡിൽസ്റ്റിക് ചാർട്ട്. അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ചാർട്ട്, കാൻഡിൽസ്റ്റിക് ചാർട്ട്. കാൻഡിൽസ്റ്റിക് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഏതാണോ പെർട്ടിക്കുലർ ഒരു ഷെയർ, അതിന്റെ A to Z കാര്യങ്ങളാണ്, ഒരു സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ അത് നോക്കി മനസ്സിലാക്കി പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഓരോ നീക്കങ്ങളും, ഷെയർ മാർക്കറ്റിലുള്ള ഓരോ നീക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ, അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ആണ് കാൻഡിൽസ്റ്റിക് ചാർട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ലളിതമായിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്നലത്തെ വീഡിയോയില്, ഇതിന്റെ മുന്നത്തെ വീഡിയോയില് അത് കാണണം, കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കാണണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മാർക്കറ്റിൽ പോയിരുന്നു. മാർക്കറ്റിൽ പോയിട്ട് അവിടെ ആണിപ്പോൾ നമ്മളുള്ളത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി വാങ്ങി വെച്ചു, അതേമാതിരി അന്നേക്കുള്ളത് വാങ്ങി വെച്ചു. ഈ രണ്ടിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിരുന്നു. ഓക്കെ, ആ മാർക്കറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ മാർക്കറ്റിൽ എൻ്ററായി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങുവാനും കുറെ ആളുകൾ വിൽക്കുവാനും അവിടെ ഉണ്ട്. ആ സമയത്ത് വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ ഇടപാടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് സംസാരങ്ങൾ മാത്രമുള്ളൂ. വിലയെ കുറിച്ച് സംസാരം, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉള്ളൂ. ഇങ്ങനെയുള്ള സംസാരത്തിൽ നിന്നും കുറെ ആളുകൾ സാധനം വാങ്ങാൻ തുടങ്ങും. ആവശ്യമുള്ള സാധനങ്ങൾ വില ഉറപ്പിച്ചു കഴിഞ്ഞ് വാങ്ങാൻ തുടങ്ങി. അതേപോലെ അവർ വിൽക്കാനും തുടങ്ങണമല്ലോ. അപ്പോൾ വിൽക്കാനും തുടങ്ങും. ഈ രണ്ട് കാര്യങ്ങൾ ആണ് നമ്മളെ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, ഫസ്റ്റിൽ വരുമ്പോൾ നമ്മളത് രേഖപ്പെടുത്തുകയാണ്. കാൻഡിൽസ്റ്റിക് ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യം ഈ മാർക്കറ്റിൽ, ഈ പച്ചക്കറി മാർക്കറ്റ് ആണെങ്കിൽ അവിടുത്തെ രേഖപ്പെടുത്തുകയാണ്. മനസ്സിലാക്കണം സിമ്പിളായിട്ട്. ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഒനിയന്റെ വില വരുന്നത് ഒരു 50 രൂപ കിലോ എന്നാണ് നമുക്ക് കരുതുക. ഒരു വില, ഇന്നലത്തെ വില 50 ആയിരുന്നു കരുതുക. അതാണ് വില, ഇന്നലത്തെ വിലയാണല്ലോ. അപ്പൊ ഇന്ന് സ്റ്റാർട്ടിങ് നമ്മൾ മാർക്കറ്റ് പോയി ഫസ്റ്റ് നമ്മൾ ആ വിലയുള്ള പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്. 50 രൂപ വില, 50 രൂപയാണ് ഇന്നലെ അവസാനം കട പൂട്ടുന്ന സമയത്ത് ഒനിയൻ ഉണ്ടായിരുന്ന വില. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാർക്കറ്റിൽ 50 രൂപയ്ക്ക് ഒനിയൻ ചോദിക്കുകയാണ്. അപ്പോ ആ കടക്കാരൻ നമ്മളോട് പറയാണ് 50 രൂപ ഇന്നലത്തെ വിലയായിരുന്നു, ഇന്ന് വന്ന സാധനം ഒക്കെ വില കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്.
കുറച്ച് കൂടുതലാണ് പ്രൈസ്, 55 ആയിട്ടുണ്ടെന്ന് റേറ്റ് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് 55 എടുത്തു. അങ്ങനെ എടുത്ത് അത് ആ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ് പിന്നെ ആ കടയ്ക്ക് സ്റ്റോക്ക് വന്നു, വേറെ ആൾക്കാർ വന്ന് അങ്ങനെ അന്വേഷിക്കുന്നു. അവരോട് പറയാണ് 50 പിന്നെ കുറച്ച് താണിട്ടുണ്ട്, 55 ഇപ്പൊ ഇയാൾക്ക് കൊടുത്ത 55 അല്ലേ, 55 കുറച്ച് താണിട്ട് 54 ആയിട്ടുണ്ട്. ഓക്കെ, 54 എടുത്തു. അങ്ങനെ 53 വന്നു, 53 കൊടുത്തു. അങ്ങനെ സാധനം പർച്ചേസ് ചെയ്യുന്നോണ്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് 55 ഉള്ളത് പിന്നെ 56 ആയി, 57 ആയി, 58 ആയി, 59 ആയി, 60 ആയി, പിന്നെ 61, 62 അങ്ങനെ പോയി. കുറച്ച് ഇടപാടുകൾ വീണ്ടും താഴെ വന്നു, 50 താഴെ വന്നു, 49, 48 ഇങ്ങനെ വന്നു. ഈ നടക്കുന്ന കാര്യങ്ങൾ ഇതിനിടയിൽ വില കുറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ 60 ഉള്ള 69 ആയിട്ടുണ്ട്, 59 ആയിട്ടുണ്ട്, 57 ആയിട്ടുണ്ട്. ഇങ്ങനെ പല വിലയാണ് ഇതിൽ നടക്കുന്നത്. പല വിലയ്ക്ക് സാധനം ഇയാൾ ഷോപ്പിൽ വരുന്നു, അതേപോലെ ആ മാർക്കറ്റ് റേറ്റിനനുസരിച്ച് ഇയാൾ വിൽക്കുന്നു. അപ്പോൾ ആ ഷോപ്പില് ആ ഒരു പച്ചക്കറി കടയില് ഒനിയൻ വന്ന വില, അതേമാതിരി ആവശ്യക്കാര് കൊണ്ടുപോയ വില, ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു പിന്നെ സിസ്റ്റത്തിൽ ആയിട്ട് നമുക്കത് പിന്നെ റിപ്പോർട്ടായി വരുന്നത് എന്നുള്ളതാണ് കാൻഡിൽ സ്റ്റിക്ക്. കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ഉൾപ്പെടും, എത്ര സമയം നമുക്ക് ഒരു റിപ്പോർട്ട് എടുക്കുമ്പോൾ 3 മിനിറ്റിന് വേണമെങ്കിൽ റിപ്പോർട്ട് എടുക്കാം, 5 മിനിറ്റിന് വേണ്ടി റിപ്പോർട്ട് എടുക്കാം, 1 വീക്ക് റിപ്പോർട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ കാൻഡിൽ സ്റ്റിക്കിന്റെ റിപ്പോർട്ട് എടുക്കാം. ഒരു ഉദാഹരണത്തിന് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ദിവസത്തെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു 50 രൂപയ്ക്കാണ് ഒനിയന്റെ വില. പിന്നെ 55-നും 60-നും 65-നും ഒക്കെ വിലക്ക് പോയിട്ടുണ്ട്. 60, 65 പോയി പല വിലക്ക് പോയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് പോയിട്ടുള്ളത് 65 നമ്മൾ ഒരു സങ്കല്പിക്കാം. അതേപോലെ 50 താഴെയും പോയിട്ടുണ്ട്. എന്താ വെച്ചെങ്കിൽ ധാരാളം സാധനം ഒനിയൻ ഒരുമിച്ച് വന്ന സമയത്ത് ഇത് സ്റ്റോക്ക് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാം കൂടെ ഉള്ള സമയത്ത് കൂടുതൽ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യാനില്ലാത്തൊരു സമയം വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 45-നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വില, അതായത് തലേ ദിവസത്തെ വിലയാണ് സ്റ്റാർട്ട് ചെയ്തത് 50. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാം. ക്ലോസിംഗിന്റെ റേറ്റ് എത്രയായിരുന്നു? ക്ലോസിംഗ് വന്ന് ഇവിടെ ക്ലോസ് ആയത് 60-നാണ് ക്ലോസ് ആയിട്ടുള്ളത്, അത് മനസ്സിലാക്കാം. പിന്നെ ഹൈ റേറ്റ്, ഏറ്റവും കൂടുതൽ റേറ്റ് എത്രയാണ് പോയിട്ടുള്ളത്? 65 രൂപയ്ക്കാണ് പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ, അത് മനസ്സിലാക്കാം. ഏറ്റവും കുറഞ്ഞ വില എത്ര പോയിട്ടുള്ളത്? 45. മനസ്സിലായോ? ഇത്രയുള്ള സംഭവം. ഈ കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50 തുടങ്ങി ഈ ഒരു വേരിയേഷൻ ഒക്കെ ഇതിനകത്ത് നടന്ന് അത് എവിടെ തുടങ്ങി? ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓപ്പണിംഗ്, ഇവിടെ ജസ്റ്റ് ഓപ്പണിംഗ്, ഇത് ക്ലോസിംഗ്. ഓക്കെ, ഇത്രയാണ് ഒരു കാൻഡിൽ സ്റ്റിക്ക്. ഒരു മെഴുകുതിരി എന്നുള്ള രൂപത്തിലാണ് ഇത് വരുന്നത്. ഒരു മെഴുകുതിരിയുടെ തിരിയിട്ട മെഴുകുതിരി, അടിയിലും തിരിയുണ്ട്, ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് വില കൂടുന്ന ഒരു മാർക്കറ്റിലുള്ള ഒരു കാൻഡിൽ സ്റ്റിക്കാണ്. വില കൂടുക, ബേസ് റേറ്റ് 50 ആയിരുന്നു, 45-നും പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം. ഒരു മാർക്കറ്റിൽ നിൽക്കുന്നത്, ഇപ്പൊ നമ്മളെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്ക് പോവാം. അപ്പൊ പച്ചക്കറി മാർക്കറ്റിൽ നമുക്ക് ഷെയർ മാർക്കറ്റിലേക്ക് പോവാം. ഷെയർ മാർക്കറ്റിൽ 50 രൂപയുടെ ഒരു ഷെയർ ഓപ്പണിംഗ് ഉള്ളത്, ആവശ്യക്കാർ കൂടുമ്പോൾ ബിസിനസ്സുകാർ, കൊടുക്കുന്ന ആളുകൾ, ബയ്യർമാർ കൂടുമ്പോൾ സെല്ലർമാർ എന്ത് ചെയ്യും? വില കൂട്ടും. വില കൂടി 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 അത് വാങ്ങി 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 ആൾക്കാർ 65 വരെ വാങ്ങിയിട്ടുണ്ട്. അത് വീണ്ടും തിരിച്ച് വാങ്ങാൻ പിന്നെ ആള് കുറഞ്ഞപ്പോ എന്തായിട്ടുണ്ട്? 60-ലേക്ക് എത്തിയിട്ടുണ്ട് ക്ലോസ് ആയപ്പോ. അതേപോലെ ഇവിടെ 50-ന്റെ താഴേക്കും പോയിട്ടുണ്ട്. കസ്റ്റമേഴ്സ് അനുസരിച്ച്, ഡിമാൻഡിനനുസരിച്ച്, ഡിമാൻഡ് കൂടിയപ്പോൾ വില കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഷെയർ മാർക്കറ്റ് നടക്കുന്നത്. ജസ്റ്റ് ഈ ഒരു വെജിറ്റബിൾ മാർക്കറ്റിലെ ഉള്ളി ഒനിയന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇത് പിടികിട്ടും, പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, അടുത്തത് പറയാനുള്ളത്, ഇത് വളർച്ച, ഉയർച്ച, ഇതിന് നമ്മൾ പറയാ ബുള്ളിഷ് എന്നാ പറയാ. ബുള്ളിഷ് പിന്നെ ആണ് ഈ പിന്നെ സിഗ്നൽ എന്ന് പറയും. അതായത് മേലേക്ക് കയറി പോകുന്നതിനെ ബുള്ളിഷ് എന്നും, താഴോട്ട് ഇത് നേരെ തിരിച്ച് താഴോട്ട് വരുന്ന ഒരു രീതി ഉണ്ട്, അതിനെ ബേറിഷ് എന്നും പറയും. താഴോട്ട് വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 50-ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് സ്റ്റാർട്ടിങ് 50-ന് സ്റ്റാർട്ടിങ് വന്നു. 50-ന് സ്റ്റാർട്ടിങ് വന്നിട്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ഓക്കെ, 49 ആളുകൾ ഒനിയൻ വാങ്ങുന്നത്, 49, 48, 47, 45 അങ്ങനെ താഴത്തേക്ക് 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 വന്നിട്ട് അത് ക്ലോസ് ആവണത് ഇവിടെ ഒരു 30-നാണ് കരുതുക. ഒരു 30-ന് ഇവിടെ ക്ലോസിംഗ് ആയി. ക്ലോസിംഗ് അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ
ക്ലോസിംഗ് 30-നായി, 50 സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. നേരത്തെ പോലെ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡിനനുസരിച്ച് കൂട്ടാൻ നോക്കിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വന്നത് ആൾക്കാർ പർച്ചേസ് ചെയ്യാനല്ല, സെയിൽ ചെയ്യാനാണ്. അതായത് ഒനിയൻ അങ്ങോട്ട് മാർക്കറ്റിലേക്ക് ഒനിയൻ വിൽക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സെയിൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇവിടെ നേരെ തിരിച്ചായിരുന്നു. ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒനിയൻ വന്നത് ആൾക്കാർ വാങ്ങാനുള്ള ആൾക്കാരും കൂടുതലുണ്ടായിരുന്നു, വന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ ഈ ഇടപാടില് ഇയാൾക്ക് വില കൂട്ടി വിറ്റ് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചെങ്കിൽ സാധനം ഇഷ്ടംപോലെ മാർക്കറ്റിൽ വന്നു, ധാരാളം വന്നു, വാങ്ങാൻ ആളുകൾ കമ്മിയായി. അപ്പൊ വില കുറഞ്ഞ് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇവിടുത്തെ കഥ ഇതുപോലെ തന്നെയാണ്. ഓപ്പണിംഗ് 50 പക്ഷെ മേലേക്കല്ല പോയത്. ഇവിടെ മേലെ പോയി, ഇവിടെ മേലേക്കല്ല പോയത്. കീഴ്പ്പെട്ട് വന്ന് 30-ലെത്തി നിന്നു. 30-ലെത്തി നിൽക്കുമ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒരു ഫസ്റ്റിലെ ഏതെങ്കിലും സമയത്ത് ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള പോലെ ഒന്ന് മേലെ കയറി പോയിട്ടുണ്ട്, 55-ലെത്തിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ 30-ന് താഴെ 30-ലെത്തിയിട്ടുണ്ട്. ഓപ്പണിംഗ് 50 ഏറ്റവും കൂടുതൽ പ്രൈസിൽ പോയത് 55. ക്ലോസിംഗ് 30. ഏറ്റവും കുറഞ്ഞ പ്രൈസ് പോയത് 25. ഇതാണ് കാൻഡിൽ സ്റ്റിക്ക്. ഒന്ന് ബുള്ളിഷ്, ഒന്ന് ബാരിഷ്, ഒന്ന് മേൽപോട്ട് പോകുന്നു. മേൽപോട്ട് പോകാൻ കാരണം ഉൽപ്പന്നം വരുന്നതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാനും ആൾക്കാർ തയ്യാറായി വന്നു. അതാണ് ഡിമാൻഡ്. ഇവിടെ ഡിമാൻഡ് വന്നു, അപ്പൊ വില കൂടി. ഇവിടെ സാധനം ധാരാളം വന്നു, പക്ഷെ വാങ്ങാൻ ആളുകൾ കുറവായിരുന്നു, അപ്പോൾ വില കുറഞ്ഞു വന്നു. സിമ്പിൾ ആയിട്ട് ഈ കാര്യം മനസ്സിലാക്കുക. ഇതാണ് കാൻഡിൽ സ്റ്റിക്ക്. ഇനി പലതരത്തിൽ സിഗ്നൽ തരുമ്പോൾ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പലതരത്തിൽ സിഗ്നൽ തരുന്ന കാൻഡിലുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. എനിവേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നുള്ള വീഡിയോകളും ഈ വീഡിയോകളും കാണുക, നിങ്ങൾക്ക് മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.